ഡ്രീംസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ് ബയോളജിയാണ്. നമ്മുടെ ടീച്ചർ സബിൻ സർ, അദ്ദേഹം ആസ്മാബി കോളേജിൽ ബോട്ടണി വിഷയത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചിങ് ഈസ് നോട്ട് എ പ്രൊഫഷൻ, ഇറ്റ്സ് എ പാഷൻ എന്ന് എനിക്ക് പലപ്പോഴും അദ്ദേഹത്തെ കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. സന്തോഷപൂർവ്വം നമുക്ക് സബിൻ സാറിനെ ക്ഷണിക്കാം. സർ. ഹലോ സ്റ്റുഡൻസ്. ഓക്കെ, എൻ്റെ പേര് സബിൻ എന്നാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബയോളജി ക്ലാസ് എടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് വിഷ്ണു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്നാണ്, ഡിഗ്രി എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ്? ജീവശാസ്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം. ഓക്കെ, അപ്പോൾ ജീവശാസ്ത്രത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാണ്. ജീവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികളെ കുറിച്ചുള്ള പഠനമാണ് ജീവശാസ്ത്രം എന്ന് പറഞ്ഞാൽ. അപ്പൊ ജീവികളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ, ജീവികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും ശരിക്കും? ജീവശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വിഭാഗങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? സസ്യങ്ങളെ കുറിച്ചും സസ്യങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജന്തുക്കളെ കുറിച്ച് പഠിക്കുന്നത്. സസ്യങ്ങളെയും ജന്തുക്കളെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? നമ്മള് ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രം എന്ന് പറയും, അല്ലെ? ജന്തുക്കളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്ന പേരാണ് സുവോളജി എന്ന് പറയും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്തായി മാറുന്നത്? ബയോളജി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ജീവശാസ്ത്രം ആയി മാറുന്നത്, അല്ലെ? ഇതാണ് നമ്മുടെ ഈ ജീവശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി ജീവശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ, ബാക്കിയുള്ള സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ജീവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ ജീവശാസ്ത്രത്തില് നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മള് അതിന് ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട. നമ്മള് കൂടുതലായിട്ട് ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മള് പരസ്പരം ഇന്ററാക്ട് ചെയ്ത്, അതായത് പ്രകൃതിയിലേക്കൊക്കെ ഇറങ്ങി നമ്മൾ പ്രകൃതിയുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ പറയുന്ന ജീവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 8 പാഠങ്ങൾ പഠിക്കാനുണ്ട്. 8 പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓരോ പാഠവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒന്ന് പഠിച്ചാൽ നമുക്ക് 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ പാഠങ്ങളും തമ്മിൽ എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാഠം, നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പാഠത്തിന്റെ പേരാണ് അറിയാനും പ്രതികരിക്കാനും എന്നാണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പാഠത്തിന്റെ പേര്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അറിയാനും പ്രതികരിക്കാനും. അതായത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയണമെങ്കിൽ എന്താണ്, ആരാണ് നമ്മളെ സഹായിക്കുന്നത്? നമുക്ക് പല പല കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടറിയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ കേട്ടറിയുന്നുണ്ട്, അതുപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ രുചിച്ചറിയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ സ്പർശനത്തിലൂടെ അറിയുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രീതികളിൽ നമുക്ക് കാര്യങ്ങളെ അറിയാനായിട്ട് സാധിക്കും. മനസ്സിലാണല്ലോ? അപ്പൊ അറിയുക എന്ന് പറയുന്നത് ശരിക്കും അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമ്മളെ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്? എത്ര ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് നമുക്ക്? ഒരു മനുഷ്യന് എത്ര ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്? 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. ഓക്കെ, ആ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കണ്ണാണ്, നേത്രം. നമ്മള് നേത്രം എന്ന് പറയും, നേത്രം, കണ്ണ്. 2ാമത്തെ ജ്ഞാനേന്ദ്രിയത്തിന്റെ പേരാണ് എന്താണ്? നിങ്ങൾക്കറിയാമോ? എന്താണ്? മൂക്ക്. ഓക്കെ, 3ാമത്തെ ജ്ഞാനേന്ദ്രിയത്തിന്റെ പേരാണ് ചെവി. 4ാമത്തെ ജ്ഞാനേന്ദ്രിയത്തിന്റെ പേരാണ് നാവ്, നാക്ക് എന്ന് പറയും. ഓക്കെ, 5ാമത്തെ ജ്ഞാനേന്ദ്രിയത്തിന്റെ പേരാണ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് 5ാമത്തെ ജ്ഞാനേന്ദ്രിയം. നിങ്ങൾക്കറിയാം, വളരെ വൃത്തിയായിട്ട് അറിയുന്ന ഒരു ജ്ഞാനേന്ദ്രിയമാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം.
അത് ഏതാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം? ത്വക്കാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ഇതിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. ഇതിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. ഇതിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഇതിലൂടെ നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് അതിനെതിരെയുള്ള പ്രതികരണങ്ങളും വേണം. അല്ലെ, നമ്മൾ കണ്ണിലൂടെ ഒരു വസ്തുവിനെ കാണുന്നു. അപ്പൊ കാണുക എന്ന് പറയുന്നത് എന്താണ്? കാണുക എന്ന് പറയുന്നത് എന്താണ്? പ്രതികരണമാണ്. അതുപോലെ നമ്മൾ മൂക്കിലൂടെ എന്താണ്? ഗന്ധം അറിയുന്നു. അല്ലെ, ഗന്ധം അറിയുന്നു. അപ്പൊ ഗന്ധം അറിയുക എന്നുള്ളത് എന്താണ്? ഒരു പ്രതികരണമാണ്. അല്ലെ, അതുപോലെ ചെവി വഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കേൾക്കുന്നു. അപ്പൊ കേൾക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രതികരണമാണ്. ഇനി നാവിലൂടെ നമ്മൾ എന്താണ് അറിയുന്നത്? നമ്മള് രുചി അറിയുന്നു. അല്ലെ, രുചി അറിയുന്നു. അല്ലെങ്കിൽ നമ്മള് സ്വാദ് അറിയുന്നു. നമുക്ക് സ്വാദ് എന്നും പറയാൻ സ്വാദ് അറിയുന്നു. അല്ലെ, അപ്പൊ അതും നമ്മളുടെ ഒരു പ്രതികരണമാണ്. ഇനി ത്വക്കിലൂടെ നമ്മൾ എന്താണ് അറിയുന്നത്? ത്വക്കിലൂടെ നമ്മള് സ്പർശമാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെയുള്ള പ്രതികരണങ്ങള് നമുക്ക് രൂപപ്പെടുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ രൂപപ്പെടുത്തുന്ന ആരാണ്? ഈ പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ഓക്കെ, അപ്പോ ഈ കാണുക, ഗന്ധം അറിയുക, അതുപോലെ കേൾക്കുക, രുചി അറിയുക, സ്പർശം അറിയുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്ന പ്രതികരണങ്ങളാണ്. അപ്പൊ ഈ പ്രതികരണങ്ങൾ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിലെ കേന്ദ്ര ഭാഗമാണ്. പ്രതികരണങ്ങൾ രൂപപ്പെടുത്തുന്ന ആരാണ്? നമ്മുടെ ശരീരത്തിലെ കേന്ദ്രമാണ്. നമ്മുടെ ശരീരത്തിലെ കേന്ദ്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെന്റർ, കേന്ദ്രം എന്ന് പറയുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തലച്ചോറാണ്, അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കമാണ് നമ്മുടെ ശരീരത്തിലെ കേന്ദ്രഭാഗം. അപ്പൊ ഇതിനൊക്കെ സഹായിക്കുന്നത്, അതായത് പ്രതികരണങ്ങൾ അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? നമ്മളുടെ മസ്തിഷ്കമാണ്. ആരാണ്? മസ്തിഷ്കം. അല്ലെങ്കിൽ മസ്തിഷ്കത്തിന് പറയുന്ന വേറൊരു പേരാണ് തലച്ചോറ് എന്ന് പറയുന്നത്, മസ്തിഷ്കം. അതുപോലെ വേറൊരു ഭാഗം കൂടെ അതിനെ സഹായിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് സുഷുമ്ന എന്ന് പറയുന്ന ഭാഗവും നമ്മൾ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ജസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. നമുക്ക് നോക്കാം, നമ്മളൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ നിന്ന് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണ്, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വരയ്ക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഏകദേശം മോഡലാണ് നമ്മൾ വരച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ പറയുന്ന പേര് മസ്തിഷ്കമാണ്. അപ്പൊ മസ്തിഷ്കം നമ്മൾ വരയ്ക്കുകയാണ്. മസ്തിഷ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്, അതായത് പ്രതികരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ് നമ്മൾ പറയുന്നത്. അല്ലെ, ഈ തലച്ചോറിനോടനുബന്ധിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു പോകുന്നത് എന്താണ്? നമ്മുടെ നട്ടലിനകത്തേക്ക് കൂടെ കടന്നു പോകുന്ന നാല് പോലെയുള്ള ഭാഗത്തെയാണ് നമ്മൾ സുഷുമ്ന എന്ന് പറയുന്നത്. തലച്ചോറും സുഷുമ്നയും തമ്മിൽ എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. മനസ്സിലായോ? ഇനി ഈ സുഷുമ്നയിലൂടെ നോക്കുകയാണെങ്കിൽ സുഷുമ്നയിലൂടെ ഒരുപാട് നാഡികൾ ഇങ്ങനെയുണ്ട്. നാഡികൾ സുഷുമ്നയിൽ നിന്നും അതുപോലെ തന്നെ തലച്ചോറിൽ നിന്നും ഒരുപാട് നാഡികൾ ഇതുപോലെ നമ്മുടെ ശരീരത്തിലൂടെ പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ മസ്തിഷ്കം. നമ്മള് മസ്തിഷ്കം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് സുഷുമ്ന എന്ന് പറയുന്നത് ഈ ഭാഗത്ത്. അതുപോലെ ഈ ശരീരത്തിലൂടെ പോകുന്ന ഇതിനെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് നാഡികളാണ്. ഇതൊക്കെ നാഡികളാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാനാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അത് അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമ്മളെ അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. പ്രതികരണങ്ങൾ രൂപപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഭാഗം എന്ന് പറയുന്നതാണ് മസ്തിഷ്കവും സുഷുമ്നയാണ്. മനസ്സിലാകണ്ടോ? അപ്പോ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ഈ പ്രതികരണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുക, നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നോക്കാം. നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് അതായത് നമ്മുടെ ശരീരം, ഇതാണ് നമ്മുടെ ശരീരം ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിന്റെ പുറമേ ഉള്ള ഭാഗം എന്ന് പറയുന്നത് ശരീരത്തിന്റെ പുറത്തുള്ള ചുറ്റുപാടാണ്. ശരീരത്തിന്റെ ഉൾവശം എന്ന് പറയുന്നത് എന്തായിരിക്കും? ശരീരത്തിന്റെ ഉൾവശത്ത് അകത്തുള്ള ചുറ്റുപാടാണ്. ഓക്കെ, അപ്പോ നമ്മള് ശരീരത്തിന് പുറത്തുള്ള എൻവിയോൺമെന്റ് അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മള് എന്ത് പറയാം, ബാഹ്യ പ്രകൃതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാഹ്യ പ്രകൃതി. ഇതോ അകത്തുള്ള നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ നമുക്ക് ആന്തര പ്രകൃതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ ശരീരത്തിന് അകത്തുള്ളതും ശരീരത്തിന് പുറത്തുള്ളതും അറിയാൻ വേണ്ടി മാത്രം പറയുന്നതാണ് ബാഹ്യ പ്രകൃതിയും ആന്തര പ്രകൃതിയുമാണ് നമ്മുടെ ശരീരത്തിന് അകത്തും പുറത്തുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് എക്സ്റ്റേണൽ എൻവിയോൺമെന്റ്, പുറത്തുള്ള ഭാഗവും ഇന്റേണൽ എൻവിയോൺമെന്റ്, അതായത് ഉള്ളിലുള്ളത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബാഹ്യവും ആന്തരവും. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിന് പുറത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രതികരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനെയാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്? നമ്മൾ അങ്ങനെ സ്വീകരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് ഉദ്ദീപനങ്ങൾ എന്ന് നമ്മൾ പറയാം. എന്താണ് പറയുന്നത്? ഉദ്ദീപനങ്ങൾ ഉദ്ദീപനങ്ങൾ. അപ്പൊ എന്താണ് ഉദ്ദീപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഉദ്ദീപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എങ്ങനെ നമുക്ക് ഉദ്ദീപനത്തെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉദ്ദീപനത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെ പറയാം? ഒരു ജീവിയുടെ ശരീരത്തിൽ പ്രതികരണങ്ങൾ ഉളവാക്കാൻ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള ആളുകളെ പറയുന്ന പേരാണ് നമ്മുടെ ഉദ്ദീപനം. അപ്പൊ നമ്മുടെ ശരീരത്തിലെ പ്രതികരണം, ഒരു ഉദാഹരണം പറയണമെന്ന് വെച്ചാല് നമുക്കൊരു വസ്തുവിനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വസ്തുവിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തണം. അപ്പൊ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉദ്ദീപനമാണ്. പ്രകാശം വന്നതുകൊണ്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് ആ വസ്തുവിനെ കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉദ്ദീപനം. അപ്പൊ ഉദ്ദീപനത്തിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു ജീവിയിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു ജീവിയിൽ പ്രതികരണങ്ങൾക്ക് കാരണമായ പ്രേരണകളെ നമ്മൾ എന്ത് പറയും? ഉദ്ദീപനം എന്ന് പറയും. ഉദ്ദീപനത്തിന്റെ ഡെഫിനിഷൻ കിട്ടിയോ? അപ്പൊ ഒരു ജീവിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഉദ്ദീപനം വേണം. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഒരു പ്രകൃതിയുണ്ട്, ബാഹ്യ പ്രകൃതി എന്നും ശരീരത്തിന് അകത്തുള്ള നമുക്ക് ആന്തര പ്രകൃതി നമുക്ക് പറയാം. അപ്പോ നമ്മുടെ ബാഹ്യ പ്രകൃതിയിലും അല്ലെങ്കിൽ ശരീരത്തിന്റെ പുറം ഭാഗത്തും ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഉൾവശത്തും എന്തുണ്ടാകുന്നുണ്ട്? ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഉദ്ദീപനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഉദ്ദീപനങ്ങൾ നമുക്ക് എത്രയും തിരിക്കാം? രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. രൂപപ്പെടുന്നത് എവിടെയാണ് എന്നുള്ളത് വെച്ചത് രൂപപ്പെടുന്നത്, അതായത് നമ്മൾ ഈ പറയുന്ന ഉദ്ദീപനങ്ങൾ രൂപപ്പെടുന്നത് ഏത് ഭാഗത്താണ് എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്ക് രണ്ട് രീതിയിലുള്ള ഉദ്ദീപനങ്ങളെ പറയാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വരുന്ന രണ്ട് രീതിയിലുള്ള ഉദ്ദീപനങ്ങളുണ്ട്. ഒന്നിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയും? നമ്മള് ബാഹ്യ ഉദ്ദീപനം അല്ലെങ്കിൽ ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് നമുക്ക് പറയാം. അതുപോലെ ഉണ്ടാവുന്ന രണ്ടാമത്തെ ഉദ്ദീപനം ശരീരത്തിന് അകത്തുണ്ടാവുന്ന, ശരീരത്തിന് ഉൾവശത്തുണ്ടാവുന്ന ഉദ്ദീപനങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ആന്തര ഉദ്ദീപനം എന്ന് പറയും. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഉദ്ദീപനങ്ങൾ പറഞ്ഞത്? എവിടെയാണ് ഈ ഉദ്ദീപനങ്ങൾ രൂപപ്പെടുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉദ്ദീപനങ്ങളെ നമ്മൾ രണ്ടാക്കി തിരിച്ചിരിക്കുന്നത്, ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തര ഉദ്ദീപനങ്ങളും. ഇനി നമുക്ക് അതിൽ ആദ്യം ബാഹ്യ ഉദ്ദീപനം നോക്കാം. അപ്പൊ ഇത് ശരീരത്തിന്റെ പുറത്ത് രൂപപ്പെടുന്ന ഉദ്ദീപനമാണ് ഈ ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കണം.
എന്തൊക്കെയാണ് ബാഹ്യോദ്ദീപനങ്ങൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിന് കാരണക്കാരനായ ആളുകളാണ് ഉദ്ദീപനങ്ങൾ. നിങ്ങൾ പുറത്തേക്കൊന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ക്ലാസ് കണ്ടുപിടിക്കണം, അപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, അതിനൊരു ഉദ്ദീപനം വേണം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്പൊ അതിനൊരു ഉദ്ദീപനം വേണം. ഇതൊക്കെ ബാഹ്യമായിട്ടുണ്ടാവുന്ന ഉദ്ദീപനങ്ങളാണ്. അപ്പൊ ബാഹ്യ ഉദ്ദീപനങ്ങൾ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്ന് പ്രകാശം എന്ന് പറയുന്ന ഒരു ഉദ്ദീപനം, അതൊരു ബാഹ്യ ഉദ്ദീപനമാണ്. അതുപോലെ ശബ്ദം എന്ന് പറയുന്നത് ഒരു ബാഹ്യ ഉദ്ദീപനമാണ്. ശബ്ദം അല്ലെ? അതുപോലെ ഗന്ധം എന്ന് പറയുന്നത് ഒരു ബാഹ്യ ഉദ്ദീപനമാണ്. ഗന്ധം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാഹ്യ ഉദ്ദീപനമാണ്. ഇനി അതുപോലെ തന്നെ സ്പർശം, നമുക്ക് പുറത്തുനിന്നുള്ള സ്പർശം വരാം. അപ്പൊ സ്പർശം എന്ന് പറയുന്നതും ഒരു ബാഹ്യ ഉദ്ദീപനമാണ്. ഇനി അതുപോലെ വേറെയും കുറെ നമുക്ക് പറയാം. തണുപ്പ് എന്ന് പറയുന്നത് ഒരു ബാഹ്യ ഉദ്ദീപനമാണ്. അതുപോലെ തന്നെ ചൂട് എന്ന് പറയുന്നത് ഒരു ബാഹ്യ ഉദ്ദീപനമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ബാഹ്യ ഉദ്ദീപനമായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തും ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ശരീരത്തിനകത്തും ഒരുപാട് ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് ആന്തര ഉദ്ദീപനം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ആന്തര ഉദ്ദീപനം. അപ്പോ ആന്തര ഉദ്ദീപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് അകത്തുണ്ടാവുന്ന ഉദ്ദീപനങ്ങളാണ്. അപ്പൊ ഏതൊക്കെ ഒരു കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമ്മുടെ ശരീരത്തിന് അകത്തുണ്ടാവുന്ന ഉദ്ദീപനങ്ങൾ കുറച്ച് ഉദാഹരണങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത് വിശപ്പ് എന്ന് പറയുന്ന ഉദ്ദീപനം നമ്മുടെ ശരീരത്തിന് അകത്തുണ്ടാവുന്ന ഉദ്ദീപനമാണ്. ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും പല സാഹചര്യങ്ങളിൽ നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ വിശപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആന്തര ഉദ്ദീപനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേറൊരു ആണ് ദാഹം. അതും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ദാഹിക്കാം, വെള്ളത്തിന് ദാഹിക്കാന്ന് പറയും അല്ലെ? അപ്പൊ ദാഹം എന്ന് പറയുന്നതും ഒരു ആന്തര ഉദ്ദീപനത്തിന് ഉദാഹരണമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അകത്തുണ്ടാവുന്ന വേറൊരു ഉദ്ദീപനമാണ് മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാവുന്ന ഒരു ഉദ്ദീപനമാണ്. അതുപോലെ നമ്മളിപ്പോ ചൂട് എന്ന് പറയുന്ന ഉദ്ദീപനം നമ്മുടെ ശരീരത്തിനകത്തും ഉണ്ടാകാം. ചൂട് എന്ന് പറയുന്ന ഉദ്ദീപനം നമ്മുടെ ശരീരത്തിനകത്തും രൂപപ്പെടുന്നുണ്ട്, ശരീരത്തിന് പുറത്തും രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വേദന എന്ന് പറയുന്ന ഒരു ഉദ്ദീപനം. മനസ്സിലായോ? ആ വേദന എന്ന് പറയുന്നത് ഒരു ഉദ്ദീപനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അത് നമുക്ക് ആന്തര ഉദ്ദീപനമായിട്ട് കണക്കാക്കാം, ബാഹ്യ ഉദ്ദീപനമായിട്ടൊക്കെ നമുക്ക് കണക്കാക്കാം. ഓക്കെ, വേദന ബാക്കിയുള്ളത് വേദന നടന്നിട്ടെ. എന്താണ് നമ്മൾ പറഞ്ഞ ആന്തര ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണം? വിശപ്പ്, ദാഹം, മർദ്ദം, ചൂട്. ഇതൊക്കെ ആന്തര ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ്. ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണം എന്താണ്? പ്രകാശം, ശബ്ദം, ഗന്ധം, സ്പർശം, തണുപ്പ്, ചൂട്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എന്തിനു പറയാൻ പറ്റും? നമ്മുടെ ഈ പറയുന്ന ബാഹ്യ ഉദ്ദീപനങ്ങളിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് മാറ്റാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ പഠിച്ചു. ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തര ഉദ്ദീപനങ്ങളും പഠിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ ഉദ്ദീപനങ്ങളെ എന്ത് ചെയ്യണം? ഈ ഉദ്ദീപനങ്ങളെ ആര് സ്വീകരിക്കണം? നമ്മുടെ ശരീരം സ്വീകരിക്കണം, വേണ്ടേ? ഉദ്ദീപനങ്ങൾ നമ്മുടെ ശരീരം സ്വീകരിച്ചാൽ മാത്രമല്ലേ പ്രതികരണങ്ങൾ രൂപപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പോ ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും സാധിക്കില്ല. എല്ലാ കോശങ്ങൾക്കും ഇതിനുള്ള കഴിവില്ല, ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവില്ല. അപ്പോ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചില പ്രത്യേക തരത്തിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. രൂപമാറ്റം സംഭവിച്ച പ്രത്യേക തരത്തിലുള്ള കോശങ്ങൾ എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള കോശങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് പറയാ? അങ്ങനെയുള്ള കോശങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാഹികൾ എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഇത് നമ്മുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന കോശങ്ങളാണെന്ന് വിചാരിക്കും. കണ്ണുകളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ്. അപ്പോ പ്രകാശം എന്ന് പറയുന്ന ഒരു ഉദ്ദീപനം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ
പ്രകാശം എന്ന് പറയുന്ന ഒരു ഉദ്ദീപനം. ഈ ഉദ്ദീപനം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കണ്ണുകളിലേക്ക് എത്തുമ്പോൾ കണ്ണുകൾക്ക് അതിന് സ്വീകരിക്കണം. അത് സ്വീകരിക്കാൻ അതിനെ സഹായിക്കുന്ന കോശങ്ങളെ പറയുന്ന പേരാണ് ഗ്രാഹികൾ. അപ്പൊ ഞാൻ ഗ്രാഹി ഒരു ഉദാഹരണത്തിന് വേണ്ടി ജസ്റ്റ് വരയ്ക്കുകയാണ്. ഇങ്ങനെ സ്ട്രക്ചർ ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ് നമ്മളോട്. ഇതാണ് ഗ്രാഹി എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഗ്രാഹി. ഉടനെ തന്നെ ഗ്രാഹി എന്ത് ചെയ്യും? ഈ പ്രകാശം എന്ന് പറയുന്ന ഉദ്ദീപനത്തെ ആര് സ്വീകരിക്കും? നമ്മുടെ ഗ്രാഹി സ്വീകരിക്കും. പ്രകാശം എന്ന് പറയുന്ന ഉദ്ദീപനത്തെ ആര് സ്വീകരിച്ചു? ഗ്രാഹി സ്വീകരിച്ചു. അപ്പൊ നമ്മുടെ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിവുള്ള പ്രത്യേക തരത്തിലുള്ള കോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാഹി. അപ്പൊ ഗ്രാഹി എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേക കോശങ്ങളാണ്. പ്രത്യേക കോശങ്ങളാണ് എവിടെ കാണപ്പെടുന്നത്? എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളില് കാണപ്പെടുന്നു. നമ്മുടെ ശരീരത്തില് പ്രത്യേക തരത്തിലുള്ള കോശങ്ങളാണ് ഈ ഗ്രാഹികൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അതാണ് ഉദ്ദീപനത്തെ സ്വീകരിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്രാഹിക്ക് ഒരു ധർമ്മം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉദ്ദീപനങ്ങളെ ഗ്രാഹി സ്വീകരിച്ചു കഴിയുമ്പോൾ ഗ്രാഹികളില് ഒരു വൈദ്യുതിയുടെ ഒഴുക്ക് രൂപപ്പെടും. ചാർജുകളുടെ ഒഴുക്ക് രൂപപ്പെടും. എപ്പോഴാണ് അത് രൂപപ്പെടാം? ഉദ്ദീപനം വന്നിട്ട് ഗ്രാഹി അതിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്രാഹിയില് എന്തുണ്ടാകും? ഒരു വൈദ്യുത പ്രവാഹം രൂപപ്പെടും. എന്താണ് രൂപപ്പെടാം? വൈദ്യുത പ്രവാഹം. ആ വൈദ്യുത പ്രവാഹത്തെ അല്ലെങ്കിൽ ചാർജിന്റെ ഒഴുക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ആവേഗം എന്നാണ് പറയുന്നത്. നമ്മള് ആവേഗം എന്നാണ് പറയുന്നത്. അപ്പോ ആവേഗങ്ങള് എവിടെയാണ് നമുക്ക് രൂപപ്പെടുന്നത്? ഈ ഭാഗത്താണ് നമുക്ക് എന്ത് രൂപപ്പെടും? ഗ്രാഹികളിൽ എന്ത് രൂപപ്പെടും? ആവേഗം രൂപപ്പെടും. ആവേഗം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്? വൈദ്യുതിയുടെ ഒഴുക്കാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ചാർജുകളുടെ പ്രവാഹത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആവേഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്ത് സംഭവിച്ചു? പ്രകാശം ഒരു ഉദാഹരണമാണ്. ഒരു ഉദ്ദീപനം വന്നു. ആ ഉദ്ദീപനത്തെ ഗ്രാഹി സ്വീകരിച്ചു. ഗ്രാഹിയിൽ എന്ത് രൂപപ്പെട്ടു? ആവേഗം രൂപപ്പെട്ടു. ആവേഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? വൈദ്യുതിയുടെ ഒഴുക്ക് അല്ലെങ്കിൽ ചാർജുകളുടെ പ്രവാഹത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആവേഗം. ഇനി ഈ ആവേഗങ്ങളെ നമുക്ക് എവിടെ എത്തിക്കണം? തലച്ചോറിലേക്ക് എത്തിക്കണം. തലച്ചോറിലേക്ക് അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കണം. കാരണം പ്രതികരണങ്ങൾ ഉളവാക്കുന്ന ആരാണ്? മസ്തിഷ്കമാണ്. പക്ഷേ ഈ ആവേഗങ്ങൾ തലച്ചോറിലേക്ക് എത്തണമെങ്കിൽ വേറെ കുറച്ച് ആളുകളുടെ സഹായം വേണം. അവരെ പറയുന്ന പേരാണ് നമ്മള് ഈ ആവേഗങ്ങള് എവിടെ ആരാണ് സ്വീകരിക്കുക? ആവേഗങ്ങളെ നാഡികളാണ് സ്വീകരിക്കുക. നാഡികളാണ് സ്വീകരിക്കുക. അപ്പൊ നമുക്ക് ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് നാഡികൾ. പലതരത്തിലുള്ള നാഡികളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ആവേഗങ്ങളെ ആര് സ്വീകരിച്ചു? നാഡികൾ സ്വീകരിച്ചു. അതിനെ സ്വീകരിച്ചു. ഇനി ഈ നാഡികള് പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ആവേഗത്തെ എവിടേക്ക് എത്തിക്കണം? നാഡികൾ നമ്മുടെ കേന്ദ്രഭാഗത്തേക്ക് എത്തിക്കണം. നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കണം. അതായത് നാഡികള് ഈ ആവേഗത്തെ എങ്ങനെയാണ് എത്തിക്കുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ എവിടേക്കാണ് എത്തിക്കുന്നത്? മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ്, മസ്തിഷ്കം, അതുപോലെ സുഷുമ്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് മസ്തിഷ്കത്തിൽ ചിത്രം വരച്ചത് ആലോചിച്ച് നോക്കാം. മസ്തിഷ്കത്തിലേക്ക് പോകണമെങ്കിൽ സുഷുമ്നയിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഷോർട്ട് കട്ട് ഒന്നുമില്ല. നമുക്ക് എളുപ്പവഴിയിൽ കൂടെ തലച്ചോറിലേക്ക് എത്താൻ പറ്റില്ല. എപ്പോഴും സുഷുമ്നയിലൂടെ തന്നെ നേരിട്ടാൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ നാഡികള് നമ്മളുടെ ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് ആദ്യം എത്തിക്കും. അവിടെ നിന്ന് എവിടേക്ക് എത്തിക്കും? മസ്തിഷ്കത്തിലേക്ക് എത്തിക്കും. അപ്പൊ മസ്തിഷ്കം എന്ത് ചെയ്യും? മസ്തിഷ്കം എന്താണ് ചെയ്യുക? മസ്തിഷ്കം അപ്പോ എന്തുണ്ടാക്കും? പ്രതികരണങ്ങള് രൂപപ്പെടും. ഇപ്പൊ ഇവിടെ നാഡികള് എവിടേക്ക് എത്തി? മസ്തിഷ്കം അല്ലെങ്കിൽ അതുപോലെ തന്നെ
സുഷുമ്ന. ഈ ഭാഗത്തേക്ക് എത്തി എന്ത് രൂപപ്പെട്ടു? പ്രതികരണങ്ങൾ. പ്രതികരണം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കാഴ്ചയാണ്. നോക്ക് നോക്കിയേ, എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? പ്രകാശം എന്ന് പറയുന്ന ഒരു ഉദ്ദീപനം മാത്രം നമ്മൾ എടുക്കാം. പ്രകാശം എന്ന് പറയുന്ന ഒരു ഉദ്ദീപനം ഉദാഹരണമായിട്ട് എടുക്കാം. പ്രകാശം എന്ന് പറയുന്ന ഉദ്ദീപനത്തെ ആരെ സ്വീകരിച്ചു? ഗ്രാഹി സ്വീകരിച്ചു. ഗ്രാഹിയിൽ എന്ത് രൂപപ്പെട്ടു? ആവേഗങ്ങൾ രൂപപ്പെട്ടു. ആവേഗങ്ങൾ ആരാ സ്വീകരിച്ചത്? നാഡികൾ സ്വീകരിച്ചു. നാഡികൾ അതിനെ അവിടെ എത്തിച്ചു, മസ്തിഷ്കം സുഷുമ്നയിലേക്ക് എത്തിച്ചു. അവിടെ എന്ത് രൂപപ്പെട്ടു? പ്രതികരണം. ഇവിടെയുള്ള പ്രതികരണം എന്ന് പറയുന്നത് എന്താണ്? കാഴ്ച എന്ന് പറയുന്ന പ്രതികരണമാണ് ഇവിടെ രൂപപ്പെട്ടത്. ഇതാണ് നമ്മുടെ ശരീരത്തില് നമ്മുടെ പ്രതികരണങ്ങൾ രൂപപ്പെടാൻ ഉണ്ടാകുന്ന കാരണം എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ശരീരത്തിലെ പ്രതികരണങ്ങൾ രൂപപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിലൊന്ന് കറക്റ്റ് ആയിട്ട് ഒരൊറ്റ ഫ്ലോ ചാർട്ട് രൂപത്തിൽ നമുക്ക് ഇതിൽ ചിത്രീകരിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൽ ഫ്ലോ ചാർട്ട് രൂപത്തിൽ നമുക്ക് ചിത്രീകരിക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിതൊന്ന് റബ്ബ് ചെയ്യാണ്, ഒന്ന് മായ്ക്കാണ്, എന്നിട്ട് നമുക്ക് അതൊന്നൊരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ആദ്യം രൂപപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും രൂപപ്പെടുന്ന ആളുകൾ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഉദ്ദീപനം, അല്ലെ? ആദ്യം രൂപപ്പെട്ടതാണ് ഉദ്ദീപനം. ഉദ്ദീപനത്തിന് ഉദാഹരണമായിട്ട് നമുക്കൊരു ഉദ്ദീപനത്തിന് ഉദാഹരണം പറയാം പ്രകാശം. നമ്മൾ ഓൾറെഡി പഠിച്ച ഉദ്ദീപനം എന്ന് പറയുന്നത് പ്രകാശമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഉദ്ദീപനങ്ങൾ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ബാഹ്യ ഉദ്ദീപനവും അതുപോലെ തന്നെ ആന്തര ഉദ്ദീപനവും. 2 തരത്തിലുണ്ട്. കുറെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉദ്ദീപനത്തിനെ സ്വീകരിക്കാൻ കഴിവുള്ള ആളുകൾ നമ്മൾ പറയുന്ന പേരാണ്, പ്രത്യേക തരത്തിലുള്ള കോശങ്ങളാണ് ഉദ്ദീപനത്തെ സ്വീകരിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രാഹികൾ. ഗ്രാഹികൾ. ഇവിടെ പ്രകാശമായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണപ്പെടുന്ന ഗ്രാഹികൾ എന്ന് പറയുന്നത് എവിടെ കാണപ്പെടുന്ന ഗ്രാഹികളായിരിക്കും? എവിടെ കാണപ്പെടുന്ന ഗ്രാഹികളായിരിക്കും? നമ്മുടെ നേത്രം, നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ നേത്രത്തിൽ കാണപ്പെടുന്ന ഗ്രാഹികളായിരിക്കും ഈ ഉദ്ദീപനത്തിനെ സ്വീകരിക്കുന്നത്. ഗ്രാഹികള് ഈ ഉദ്ദീപനത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞാല് എന്ത് രൂപപ്പെടുന്ന നമ്മൾ പറഞ്ഞത്? ആവേഗം. എന്താണ് രൂപപ്പെടാ? ആവേഗം രൂപപ്പെടും. ആവേഗം എന്ന് പറയുന്നത് എന്താണ്? ചാർജുകളുടെ പ്രവാഹം അല്ലെങ്കിൽ ചാർജുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ ആവേഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ആവേഗങ്ങളെ ആരാണ് സ്വീകരിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആരാണ് സ്വീകരിക്കുക? നാഡികളാണ് സ്വീകരിക്കുക. നാഡികൾ പലതരത്തിലൊക്കെ ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും. നാഡികൾ അതിനെ സ്വീകരിച്ചു. ഇവിടെ കാണപ്പെടുന്ന നാഡി, കണ്ണുകളിൽ കാണപ്പെടുന്ന നാഡിക്ക് ഉദാഹരണം ഞാൻ പറയാണ് നേത്രനാഡി എന്നാണ് നമ്മൾ പറയുന്നത്. നേത്രനാഡി. അപ്പൊ നേത്രനാഡിയാണ് ഇതിനെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ നാഡികളാണ് ഈ ആവേഗങ്ങളെ സ്വീകരിക്കുന്നത്. എന്നിട്ട് ഈ നാഡികള് ആവേഗത്തെ എവിടേക്കാണ് എത്തിക്കുന്നത്? മസ്തിഷ്കത്തിലേക്കാണ് എത്തിക്കുന്നത്. എവിടേക്കാണ്? മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ സുഷുമ്ന. ഈ 2 ഭാഗങ്ങളിലേക്കാണ് ഈ ആവേഗങ്ങളെ എത്തിക്കുന്നത്. അവിടെ വെച്ച് എന്ത് രൂപപ്പെടും എന്ന് പറയുന്നത്? പ്രതികരണങ്ങൾ രൂപപ്പെടും. എന്ത് രൂപപ്പെടും എന്ന് പറയുന്നത്? പ്രതികരണം രൂപപ്പെടും. ഇവിടെ ഉണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത് എന്താണ്? കാഴ്ച. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. വേണമെങ്കിൽ നമുക്ക് കേൾവിയുടെ കാര്യം ഇതുപോലെ തന്നെ പറയാമെന്ന് പറഞ്ഞു നോക്കിയാൽ എങ്ങനെയാണ്? നമ്മുടെ ഉദ്ദീപനത്തിന് എന്താണ്? ശബ്ദം എന്ന് പറയുന്നത് ഉദ്ദീപനം. അവിടെ നിന്ന് ഗ്രാഹികൾ, അതായത് നമ്മുടെ കാതുകളാണ്, നമ്മുടെ ചെവിയാണ്. അപ്പോ അതിനുശേഷം അവിടെ ആവേഗം രൂപപ്പെടും. ആവേഗം എന്ന് പറയുമ്പോൾ എന്തായാലും ചാർജുകളുടെ പ്രവാഹമായിരിക്കും. നാഡികൾ സ്വീകരിക്കും. എവിടെയുള്ള നാഡിയായിരിക്കും അതിനെ സ്വീകരിക്കുക? നമ്മുടെ ചെവിയിലുള്ള നാഡിയായിരിക്കും അതിനെ സ്വീകരിക്കുക. അതിനുശേഷം ഇങ്ങനെത്തും മസ്തിഷ്കം സുഷുമ്നയിലേക്ക് എത്തും. പ്രതികരണം എന്തായിരിക്കും? കേൾവിയായിരിക്കും. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലാണോ? അപ്പൊ ഈ ബേസിക് തിങ് ആണ് നമ്മൾ പഠിച്ചത്. ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ 1ഉം 2ഉം പാഠങ്ങൾ നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്തത് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എടുക്കാനുള്ളത്. അതിന് തൊട്ട് മുമ്പായി ഈ കാര്യം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ അടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാഡീകോശം